എല്ലാവർക്കും അറിയാലോ, യൂട്യൂബിൽ വഴി നമുക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കണവരെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ നമ്മൾക്ക് അതിന്റെ റിക്വയർമെന്റ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് മിനിമം 1000 സബ്സ്ക്രൈബർ വേണം. ഇപ്പൊ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് 4500 സബ്സ്ക്രൈബർ ഉണ്ട്. പ്ലസ് 4000 വാച്ച് അവർ വേണം. അതായത് നമ്മുടെ വീഡിയോസ് 4000 മണിക്കൂർ കണ്ടിരിക്കണം. അപ്പൊ മാത്രമാണ് നമ്മൾ മോണിറ്റൈസേഷനിൽ എലിജിബിൾ ആവൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ചാനലിൽ ഞാൻ കാണിച്ചത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാനലാണ്. ഇതില് നമുക്കിപ്പോ 4.48 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വീഡിയോസിൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ യുവർ വീഡിയോസ് എന്ന് പറഞ്ഞ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട യുവർ വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൻ്റെ താഴെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാനൽ, അതിൽ നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ഇതെല്ലാം മീറ്റ് ചെയ്താലേ നമുക്ക് ഇങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻകം യൂട്യൂബ് നമുക്ക് തരും. 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് മിനിമം റിക്വയർമെന്റ്. അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4000 വാച്ച് അവേഴ്സ്. നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ 4000 മണിക്കൂർ, എല്ലാ ആൾക്കാരും 4000 മണിക്കൂർ നമ്മളുടെ വീഡിയോസ് കണ്ടിരിക്കണം. ഇപ്പൊ നമ്മളുടെ വീഡിയോസ് 615 മണിക്കൂറാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. നമുക്കിതിവിടെ നോട്ടിഫൈ മീ എന്നെ എലിജിബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വരും. നമ്മളുടെ ജിമെയിലിൽ നമ്മൾ എപ്പോഴാണ് അത് മീറ്റ് ചെയ്യുന്നത് നമുക്ക് അപ്പോൾ തന്നെ മെയിൽ വരും. ഇതാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ. ഇപ്പൊ നമ്മൾ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചത്, അതിനുശേഷം വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചത്. ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ഫയൽസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു സാമ്പിൾ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ടൈറ്റിൽ കൊടുക്കുക. എന്ത് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കൊടുക്കുക. നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ നേരത്തെ നമ്മളെ സെറ്റിങ്സിൽ ഓട്ടോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാ വീഡിയോസിലും വരണം. ഇത് എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ മാനുവലി എപ്പോഴും ആഡ് ചെയ്യണമെന്നില്ല. അതിനുശേഷം തംബ്നെയിൽ നമുക്ക് ഒന്നുകിൽ ക്യാൻവയിൽ നമുക്ക് ഒരു തംബ്നെയിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ തന്നെ ഒരു ഏതെങ്കിലും ഒരു ഫ്രെയിം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്സിനുള്ള വീഡിയോസ് ആണെങ്കിൽ അത് യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കാം. പക്ഷെ അതിപ്പോ ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുത്തു.
ഇതിപ്പോ വീഡിയോ അപ്ലോഡിങ് ഫുൾ ആയിട്ടില്ല, 28% ആയിട്ടുള്ളൂ. അത് കാരണം എനിക്കിപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റണം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യും നമ്മളുടെ വീഡിയോ എന്തെങ്കിലും കോപ്പിറൈറ്റ് എന്തെങ്കിലും ആരെങ്കിലും നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ചെക്സ് എന്ന് പറഞ്ഞ ഈ സ്റ്റെപ്പ്. അതാണ് ആ അടുത്ത സ്റ്റെപ്പിൽ എത്തുമ്പോൾ അത് നമ്മൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചെക്ക് ചെയ്യും, ഇത് എന്തെങ്കിലും നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണോ. അങ്ങനെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അപ്പിയർ ആവും. എന്നാലും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോ അപ്ലോഡ് 40% ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ബാക്ക് ക്ലോസ് ചെയ്യണം. എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്? യൂട്യൂബ് ചാനൽ, ആദ്യം ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞ പേജിലേക്ക് ഓപ്പൺ ആവും. അതിനുശേഷം ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് വീഡിയോസ് സെലക്ട് ചെയ്യാം. നമുക്ക് വീഡിയോ എഡിറ്റിംഗ് നോക്കാം. ഫിലിമോറ 10 ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് 2 തരത്തിലുണ്ട്, പെയ്ഡ് ഉണ്ട്, ഫ്രീയും ഉണ്ട്, പിന്നെ ഓൺലൈനും ഉണ്ട്. പിന്നെ ഫസ്റ്റ് നമുക്ക് നോക്കാം, പെയ്ഡ് നോക്കാം. പ്രീമിയർ പ്രോ ആണ്, അതിൽ മാസം വരുന്നത് 1650 ആണ് മാസം പ്രൈസ് വരുന്നത്. പിന്നെ ആഫ്റ്റർ എഫക്ട്സ്, ഇതെല്ലാം അഡ്വാൻസ്ഡ് വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ആണ്. ആനിമേഷനൊക്കെ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സ് ടൂൾസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫിലിമോറ പ്രോ, ഫിലിമോറയുടെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഫിലിമോറ പ്രോ. പിന്നെ ഫിലിമോറ 10 ഇതും പെയ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ മാസം വരുന്നത് 590 ആണ് മാസം പേയ്മെന്റ് വരുന്നത്. ഇതിന്റെ ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, വെബ്സൈറ്റിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ അതല്ല ഫ്രീ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒറ്റ പൈസ പോലും മുടക്കി വരാത്ത വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ് VSDC, പിന്നെ ഓപ്പൺ ഷോട്ട്, ലൈറ്റ് വർക്ക്സ്, ഷോർട്ട് കട്ട്, ഡാവിൻചി റിസോൾവ്. ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയർസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫിലിമോറ 10 നമുക്ക് നോക്കിയാൽ യൂട്യൂബേഴ്സ് വേൾഡ് വൈഡ്, ലോകം മൊത്തം ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫിലിമോറ. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിനും ഇന്റർമീഡിയറ്റ്സ്, അതായത് പ്രൊഫഷണൽസ് അല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഫിലിമോറ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ കുറെ മ്യൂസിക് ഉണ്ട്, സൗണ്ട് ട്രാക്സ്, കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള സൗണ്ട് ട്രാക്സ് ഫിലിമോറയുടെ തന്നെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് ഡൗൺലോഡ് ഫിലിമോറ 10 ഫോർ PC സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന സെർച്ച് റിസൾട്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണും, ഇത് സെലക്ട് ചെയ്യുക. സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ആവും. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് സെറ്റപ്പ് ഫയൽ നമുക്ക് ഡൗൺലോഡ്സിന് എടുക്കാൻ പറ്റും. അത് സോയിൻ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ ഫിലിമോറ 10ന്റെ സെറ്റപ്പ് ഫയൽ കാണാൻ പറ്റും. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ യെസ് കൊടുത്ത് ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പൊ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഫിലിമോറ 10 ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എനിക്ക് ഞാൻ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് കാണിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് മീഡിയ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം പ്രൊജക്ട് മീഡിയയിലാണ് വരുന്നത്.
നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് സെലക്ട് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോൾഡർ ഓപ്പൺ ആവും. ഇതിപ്പോ നമുക്ക് വീഡിയോസ് ഉണ്ട്. ഇതിനകത്ത് ഏത് ഫോൾഡറിലാണോ വീഡിയോ എടുക്കുന്നത് ആ ഫോൾഡറിൽ നിന്ന് വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഫിൽമോറിൽ തന്നെ സാമ്പിൾ വീഡിയോസ് ഉണ്ട്. അതിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. സാമ്പിൾ വീഡിയോസ് ആണ് ഇതെല്ലാം. ഫിൽമോറിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫിൽമോറ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാമ്പിൾ വീഡിയോസ് ആണ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ പ്രിവ്യൂ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സാമ്പിൾ കളേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ സാമ്പിൾ കളേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിന്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റ് എന്തെങ്കിലും ഫുള്ള് വിസിബിൾ ആയി കാണണമെങ്കിൽ നമുക്ക് ഈ സാമ്പിൾ കളേഴ്സ് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് കാണിച്ചത്. ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടൈറ്റിൽസ്, തേർഡ് ബട്ടൺ ആണ് ടൈറ്റിൽസ്. ആ ടൈറ്റിൽസിൽ നമുക്ക് ഇതെല്ലാം ഫിൽമോറ പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാം. ഈ ഫീൽഡിനെ പറയുന്നതാണ് ലേയേഴ്സ്. ലേയേഴ്സിലാണ് നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ടെക്സ്റ്റും എല്ലാം ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ, സൗണ്ട് ട്രാക്സ് എല്ലാം ആഡ് ചെയ്യുന്നത് ഈ ലേയേഴ്സിലാണ്. ഇപ്പൊ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ 2 നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റൈറ്റ് സൈഡിൽ ടൈറ്റിൽ അപ്പിയർ ആയി റിവ്യൂല്. നമുക്ക് അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ടൈറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ വീഡിയോ ആദ്യത്തെ ടൈറ്റിലും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. അവിടെ ടൈറ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് ആയിട്ടുള്ള ടൈറ്റിലാണ്. നമ്മൾ ടൈറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ടൈപ്പ് ചെയ്ത് വരുന്ന ടെക്സ്റ്റ് ആണ് യുവർ ടെക്സ്റ്റ് ഹിയർ. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ബാക്ക് സ്പേസ് നിർത്തിയാൽ നമ്മൾക്ക് നമ്മളുടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യാം. ഈ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ കളർ മാറ്റണമെങ്കിൽ നമുക്കിവിടെ താഴെ തന്നെ ഉണ്ട് ടെക്സ്റ്റ് ഫീൽഡില് കളർ നമുക്ക് ഈ കളേഴ്സിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിന്റെ കളർ മാറി. പിന്നെ അതിന്റെ ബോർഡർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോർഡർ ചെക്ക് കൊടുക്കുക. ഇപ്പോൾ അൺചെക്ഡ് ആണ്. ഈ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ആവും. ടെക്സ്റ്റ് ബോർഡർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിങ്ക് ടെക്സ്റ്റ് കണ്ടോ, വീഡിയോ എഡിറ്റിംഗിന്റെ ബോർഡർ ഔട്ട്ലൈൻ നമുക്ക് പിങ്ക് ആവും. നമുക്ക് മാറ്റിയിട്ട് വൈറ്റ് സെറ്റ് ചെയ്യാം. ഇതിന്റെ സൈസ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. അതിന്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ താഴെ തന്നെ ഒപ്പാസിറ്റി ഉണ്ട്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100% നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ
ആ ടെക്സ്റ്റിന്റെ ബോർഡർ നമുക്ക് 50% ആണെങ്കിൽ ആ ബോർഡറിന്റെ പകുതി ആയി നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ ആവുള്ളൂ. 100% തന്നെ ഇടാം. സൈസ് നമുക്ക് 8 എന്നുള്ളത് 4 ഇടാം. ടെക്സ്റ്റ് ഷാഡോ, ആ ടെക്സ്റ്റിന്റെ ഷാഡോ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ ബ്ലാക്ക് കളർ ഷാഡോ താഴെ അപ്പിയർ ആവും. അതിപ്പോ ഞാൻ അൺചെക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമില്ല. കളർ ഞാൻ ഗ്രീൻ മാറ്റിയിട്ട് ഓറഞ്ച്. ഇത് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് നമുക്ക് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ആനിമേഷനിൽ സെലക്ട് ചെയ്യുക. എല്ലാം ലെഫ്റ്റ് സൈഡിലാട്ടോ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കുക. കസ്റ്റമൈസിന്റെ തൊട്ടപ്പുറത്ത് ആനിമേഷൻ, എല്ലാം നമുക്ക് പലതരത്തിലുള്ള ആനിമേറ്റ്, ഈ ടെക്സ്റ്റ് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലൈ വീല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പ്രിവ്യൂ കാണാൻ പറ്റും. നമുക്കിവിടെ ഇത് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ആനിമേഷൻ ഇല്ല. പിന്നെ പ്രിവ്യൂവിന്റെ മുകളിൽ തന്നെ നമുക്ക് ഷേപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ആഡ് ചെയ്യാം. അതായത് ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഷേപ്പിൽ ടെക്സ്റ്റ്, ഈ ടൈറ്റിലിന് പുറമെ നമുക്ക് വേറെ ഷേപ്പിന്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലൈ നൗ ഷേപ്പ്, ഒരു ഷേപ്പിന്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഡ് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ടെക്സ്റ്റിന്റെ ഷേപ്പിന് നമുക്ക് കളർ മാറ്റാം. കളർ മാറ്റണമെങ്കിൽ ഷേപ്പ് ഫില്ല് താഴത്തേക്ക് വരിക, ടെക്സ്റ്റ് ഫില്ല്, അതിന്റെ താഴെ ഷേപ്പ് ഫില്ല് ഉണ്ട്. ഷേപ്പ് ഫില്ല് നമുക്ക് വൈറ്റ്, വൈറ്റില് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യും. ടെക്സ്റ്റ് നമുക്ക് ഷേപ്പ് നമുക്ക് എൻലാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ താഴെയുള്ള ഈ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് വലുതാവും. ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ആവും. നമുക്ക് അൺഡു ചെയ്യാം. അൺഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ Z ആണ് അമർത്തേണ്ടത്. ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചാണ് ഈ ബട്ടൺ എങ്ങനെ വരുന്നുള്ളത്. കഴിഞ്ഞിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ അതും ആനിമേറ്റ് ചെയ്യും. ഡൗൺ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ആനിമേഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ആനിമേറ്റ് ആവും. ആ അപ്ലൈ ആവുന്നുള്ളതും ആനിമേറ്റ് ആവും. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ പ്ലേ ബട്ടൺ ഉണ്ട്. അത് നമുക്ക് പ്രിവ്യൂ ആണ്. നമ്മളിപ്പോൾ ചെയ്തതിന്റെ പ്രിവ്യൂ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരും. നമുക്ക് പ്ലേ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന്റെ പ്രിവ്യൂ കാണണമെങ്കിൽ നമുക്ക് പ്ലേ കൊടുക്കാം. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോസ് നമ്മൾ ഫിലിമോറിൽ തന്നെ വരുന്ന സാമ്പിൾ വീഡിയോസ് ആണ്. അതായത് മീഡിയയില് സാമ്പിൾ വീഡിയോ. ഈ സൈക്കിള് ഓടിക്കുന്ന വീഡിയോ ആണ് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുള്ളത്.
നമുക്ക് അല്ലെങ്കിൽ നമ്മൾ തന്നെ വീഡിയോസ് എടുക്കണമെങ്കിൽ പ്രൊജക്ട് മീഡിയയിൽ ഇമ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് മീഡിയ ഫയൽസ് സെലക്ട് ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പിൾ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് സാമ്പിൾ കളേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ തന്നെ ചെറുതാക്കിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സാമ്പിൾ ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കളേഴ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കാണിച്ചത്. ഇപ്പൊ ഞാൻ ഗ്രേഡിയന്റ് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും താഴത്തുള്ള ലെയറിൽ ഇടണം. ഇതാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും താഴത്തുള്ള ലെയറിൽ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോസ് എല്ലാം, ഈ വീഡിയോ ഇട്ട എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ ഒക്കെ ബാക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ കളർ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനുള്ള കളർ നമ്മൾ ഏറ്റവും താഴത്തുള്ള ലെയറിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ലെയർ ബാക്ക്ഗ്രൗണ്ട് കളർ കാണാൻ പറ്റില്ല. അതായത് ഈ സ്ക്രീൻ മൊത്തം ഈ വീഡിയോ നമ്മൾ സൂം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ പ്രിവ്യൂ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള പ്രിവ്യൂ നമുക്ക് മിനിമൈസ് ചെയ്യാം. നമ്മളിവിടെ റൈറ്റ് സൈഡിലുള്ള പ്രിവ്യൂ പെയിന്റ് നമുക്ക് മുകളിലൊരു ഈ പോയിന്റ് കണ്ടോ, പോയിന്റ് നമ്മൾ കർസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോസ്, നമ്മളുടെ വീഡിയോസിന്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. കാണിക്കാം. പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യും. ഇപ്പൊ താഴെ കൊടുത്തുള്ള അതിനു മുമ്പ് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ മിനിമൈസ് ചെയ്തപ്പോൾ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച് പ്ലസ് യെല്ലോ ഗ്രേഡിയന്റ് അത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഏറ്റവും ബാക്കിലെ ലെയറിൽ, ഏറ്റവും താഴത്തെ ലെയറിൽ ഇട്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടിയിട്ട്. ഈ ലെയർ നമുക്ക് മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ തേർഡ് ലെയർ, അതായത് പ്ലസ് 1 2 3 ഇതാണ് തേർഡ് ലെയർ. തേർഡ് ലെയറിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ മുകളിലാവും. അപ്പോൾ വീഡിയോ കാണാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ബാക്കിലുള്ള ലെയറിൽ ഇടണം. ഇപ്പൊ വീഡിയോ സൈസ് കറക്റ്റ് ഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതെല്ലാം അൺഡു ചെയ്യണം. ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ള് ഫിറ്റ് ആണ്. അതായത് ചെറിയ സൈസിലുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സാമ്പിൾ കളേഴ്സിൽ സെലക്ട് ചെയ്തിട്ട് ഏത് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത് അതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ചെറുതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്യും. ഈ വീഡിയോ ചെറുതാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഈ വീഡിയോന്റെ സൈഡിലും താഴെയൊക്കെ ബ്ലാക്ക് സ്പേസ് കാണാൻ പറ്റും. അതായത് വീഡിയോ ഒന്നും കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്ത കാരണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓഡിയോസ് എന്ന് പറഞ്ഞാൽ ഫിലിമോറ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫിലിമോറ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പിറൈറ്റ് ഫ്രീ സൗണ്ട്സ് ആണ്. അപ്പോൾ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇതെല്ലാം നമ്മളുടെ വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ട്രാക്സ് എല്ലാം സൗണ്ട് ട്രാക്സ് എല്ലാം നമ്മളുടെ വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് വരില്ല. അതുപോലെ തന്നെ സാധാ സിനിമാ പാട്ടുകളൊക്കെ നമ്മളുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റ് വരും. പക്ഷേ ഫിലിമോറയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂസിക് ലൈബ്രറി ഫുൾ ഫ്രീ ആണ്, കോപ്പിറൈറ്റ് ഫ്രീ. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നമുക്ക് ഈ ട്രാക്സോ അല്ലെങ്കിൽ സൗണ്ട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനൊരു സൗണ്ട് ഞാൻ ആഡ് ചെയ്തിട്ട് വീഡിയോയിൽ എങ്ങനെ വരുന്നത് കാണിച്ചത്. വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും താഴത്തെ ലെയറിൽ ആഡ് ചെയ്യണം. വീഡിയോ പ്ലേ ആയപ്പോൾ നേരത്തെ ട്രാക്ക് ഉണ്ടായില്ല, ഇപ്പൊ ട്രാക്ക് ആഡ് ചെയ്തപ്പോൾ ട്രാക്കും കൂടെ പ്ലേ ആണ്. പ്ലേ സെലക്ട് കഴിഞ്ഞാൽ അതാണ് ഓഡിയോസിലുള്ളത്. പിന്നെ ടൈറ്റിൽസിൽ നമുക്ക് ഓപ്പണർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വീഡിയോസ് ഫസ്റ്റ് വീഡിയോ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യണതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ടൈറ്റിൽ പോലെ കൊടുക്കണമെങ്കിൽ, അതായത് നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ അതുപോലത്തെ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഓപ്പണർ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടൈറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈറ്റിൽ ഹിയർ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മളിപ്പോൾ വീഡിയോ എന്ത് ടൈപ്പിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ആദ്യം ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസിൽ തന്നെ ഇങ്ങനെ ടൈറ്റിൽ അപ്ലോഡ് ചെയ്യാം, അല്ല ടൈറ്റിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് സീൻ തന്നെ നമുക്ക് ഇങ്ങനെയും കാണിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫിലിമോറയുടെ തന്നെ ടെംപ്ലേറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് കഴിഞ്ഞാൽ അതല്ല, ഇത് വേറെ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓപ്പണർ 11 എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്താൽ എങ്ങനെ വരുന്നത് കാണിച്ചു തരാം. ഈ ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു. ഡ്രാഗ് ചെയ്ത് എന്നിട്ട് യുവർ ഹെഡ്ലൈൻ ഹിയർ എന്നാണ് ആദ്യം ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് സെലക്ട് ചെയ്തിട്ട് യുവറിന്റെ അവിടെ നമുക്ക് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ യുവർ ഹെഡ്ലൈൻ ഹിയറിനെ എഡിറ്റ് ചെയ്തിട്ട് മൈ വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ പ്ലേ വരുന്നത് നോക്കാം. ഇത് കൂടാതെ നമുക്ക് വേറെ ഈ ഓപ്പണറിൽ നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ട്യൂട്ടോറിയൽ മൈ വീഡിയോ ട്യൂട്ടോറിയലിന്റെ പുറമെ നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത്.
ടോപ്പിൽ തന്നെ ഈ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ടി പ്ലസ് എന്ന് പറഞ്ഞ ഐക്കൺ സെലക്ട് ചെയ്ത് നമുക്ക് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. വേറെ ടെക്സ്റ്റ് ആഡ് ആയിട്ടുണ്ട്. സെയിം ഫോണ്ടിലുള്ള ടെക്സ്റ്റ് നമുക്ക് ആഡ് ആവും. നമുക്ക് താഴെ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ വീഡിയോയിൽ ടെക്സ്റ്റ് അപ്പിയർ ആവും. ഇത് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ ഒന്നും സെലക്ട് ചെയ്തില്ല, കാരണം നമ്മൾ പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കാരണം ആനിമേഷൻ ഒന്നും വരില്ല. എപ്പിസോഡ് നമ്പർ 11 അതിൽ നമുക്ക് ആനിമേഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ എപ്പിസോഡ് 11 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആനിമേഷൻ. ഇതിൽ ഏത് ആനിമേഷൻ ആണോ നമുക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ആനിമേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചാൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമേഷൻ ആ ടെക്സ്റ്റിൽ അപ്ലൈ ആവും. ഇനി നമുക്ക് ഫസ്റ്റ് പ്ലേ ആവുമ്പോൾ ആദ്യം തന്നെ ഈ എപ്പിസോഡ് നമ്പർ 11 വരണ്ടെങ്കിൽ നമുക്കത് മൈ വീഡിയോ ട്യൂട്ടോറിയൽസ് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ എപ്പിസോഡ് നമ്പർ 11 അപ്പിയർ ആക്കാൻ പറ്റും. അതിന് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ലെയറിൽ എപ്പിസോഡ് നമ്പർ 11 എന്ന് പറഞ്ഞ ലെയർ നമുക്ക് ഡ്യൂറേഷൻ നമുക്ക് എപ്പോഴാണോ വരുന്ന ആ എപ്പിസോഡ് നമ്പർ 11 അപ്പിയർ ആവേണ്ട അത്ര നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് മൈ വീഡിയോ ട്യൂട്ടോറിയൽസ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് നമ്പർ 11 വരുത്താൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. എപ്പിസോഡ് നമ്പർ 11 എന്ന് പറഞ്ഞ ലെയറിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ട്യൂട്ടോറിയൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുത്താം. ട്യൂട്ടോറിയൽസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പിസോഡ് നമ്പർ 11 വരുന്നു. ഈ എപ്പിസോഡ് നമ്പർ 11 എന്ന് പറഞ്ഞ ലെയർ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ലെയറിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോ പ്ലേ ആവുന്നത് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ടൈറ്റിൽസ്.